മത്തായി 5-ാം അധ്യായത്തിൽ 38 മുതലുള്ള വചനമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലതുകരനെ കടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കവനോടുകൂടി 2 മൈൽ ദൂരം പോവുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ ഇത് കുറച്ച് ദിവസമായി ഈ വചനത്തിൽ നിൽക്കുന്നു. അതിൻ്റെ അന്തരാർത്ഥത്തിലേക്ക് ആഴമായി പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നലെയെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത്. എന്തെന്നാൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റേ ചെകിടിൽ കൂടി അടിക്കപ്പെടാൻ മാത്രമല്ല കർത്താവ് സന്നദ്ധനായിരുന്നത്. ഈ വിഷയം ഈശോയുടെ ഒരു ചെകിടത്ത് അടിച്ചപ്പോൾ ഈശോ മറ്റേ ചെകിട് കാണിച്ചു കൊടുത്തില്ലല്ലോ എന്നതാണ്. അപ്പോൾ അതിൻ്റെ ആഴമായ ഒരു പ്രബോധനമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റേ ചെകിടിൽ കൂടി അടിക്കപ്പെടാൻ മാത്രമല്ല കർത്താവ് സന്നദ്ധനായിരുന്നത്, മുഴുവൻ ശരീരത്തോടെ ക്രൂശിക്കപ്പെടാൻ സന്നദ്ധനായിരുന്നു. വലത്തെ ചെകിട് എന്നത് എന്ത് സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചേക്കാം. ഏത് മനുഷ്യനും തിരിച്ചറിയപ്പെടുന്നത് മുഖം കൊണ്ടാണ്. അതുകൊണ്ട് അപ്പസ്തോലന്റെ അഭിപ്രായത്തിൽ മുഖത്ത് അടിക്കുക എന്നത് ശപിക്കപ്പെട്ടതും വെറുക്കപ്പെട്ടതുമായ പ്രവൃത്തിയാണ്. എന്നാൽ വലത്തെ മുഖം, ഇടത്തെ മുഖം എന്നിങ്ങനെ പറയാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ആ പേര് ഇരട്ടയാണ്. ഒന്ന് ദൈവത്തിന്റെ മുമ്പിലും മറ്റേത് ലോകത്തിന്റെ മുമ്പിലും. അത് വലത്തെ കവൾ, ഇടത്തെ കവൾ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടതുപോലെയാണ്. ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിന്റെ ഏതെങ്കിലും ശിഷ്യൻ ആക്ഷേപിക്കപ്പെട്ടാൽ അയാൾ ഈ ലോകത്തിന്റെ ഏത് ബഹുമതിയുടെയും പേരിൽ ആക്ഷേപിക്കപ്പെടാൻ തയ്യാറായിരിക്കണം. നാം സഹിക്കുന്ന ഏത് ദ്രോഹവും 2 തരത്തിലുള്ളവയാണ്. ചിലത് പുനഃസ്ഥാപിക്കാനാവാത്തതിൽ പ്രതികാരം കൊണ്ടുള്ള ആശ്വാസം നേടാൻ നോക്കുക പതിവാണ്. അടിക്കപ്പെടുമ്പോൾ അടിച്ചാൽ എന്ത് പ്രയോജനം? നിന്റെ ശരീരത്തിന് കിട്ടിയ ദ്രോഹം, നിന്റെ ശരീരത്തിന് നീ പരിഹാരം നേടിയോ? എന്നാൽ കോപം കൊണ്ട് വീർത്ത മനസ്സ് അത്തരം ലഘൂകരിക്കലിന് പരിശ്രമിക്കുന്നു. അതാണ് കോപം കൊണ്ട് വീർത്ത മനസ്സ് അത്തരം ലഘൂകരിക്കലിനെ പരിശ്രമിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അഥവാ നിന്റെ തിരിച്ചടിക്കൽ വീണ്ടും നിന്നെ അടിക്കുന്നതിൽ നിന്ന് അവനെ നിയന്ത്രിച്ചോ? അത് വീണ്ടും അടിക്കാൻ അവനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കാരണം കോപത്തെ കണ്ടുമുട്ടിക്കൊണ്ട് കോപം നിയന്ത്രിക്കപ്പെടുന്നില്ല, അത് വർദ്ധിക്കുകയുള്ളൂ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ പാലിക്കേണ്ട വളരെ പ്രത്യേകമായ ഒരു ആത്മീയതയാണ് ഈ പറയുന്നത്. അതിന് ക്രിസ്തു തന്നെ നമ്മൾക്ക് ശക്തി തന്നാലേ സാധിക്കുകയുള്ളൂ. ക്രിസ്തു തന്നെ നമ്മളിൽ രൂഢമൂലമാകുകയും ക്രിസ്തു തന്നെ നമ്മളിൽ വികസിക്കണം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തണം. നമ്മൾ ഇപ്പോൾ കൃപയുടെ ആധിപത്യത്തിലാണ്, ക്രിസ്തുവിന്റെ ആധിപത്യത്തിലാണ്. ഫരിസേയരുടെയോ പഴയ നിയമത്തിൻ്റെയോ ആധിപത്യത്തിലല്ല. അപ്പോൾ നമ്മുടെ സാധാരണ സ്വഭാവം അനുസരിച്ച് നമ്മളെ പ്രകോപിപ്പിക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ നമ്മളെക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾക്ക് ഉടനെ അതിനൊരു തിരിച്ചടി കൊടുക്കണം. നമ്മളിപ്പോൾ വാട്സപ്പിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. ആരെങ്കിലും ഒരാൾക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ അടുത്ത വീഡിയോ അദ്ദേഹം ഇറക്കിയിരിക്കും. ഇദ്ദേഹം ഈ പറഞ്ഞതിനൊക്കെ ഇപ്പോൾ മറുപടി കിട്ടുന്നതായിരിക്കും. അതല്ലേ അല്ല ക്രിസ്തുവിന്റെ ശൈലി, അതല്ലേ അല്ല. ഇപ്പൊ എന്നെ കുറിച്ച് പല ആൾക്കാരും പലതും പറഞ്ഞ വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും. കണ്ടില്ലെങ്കിൽ നല്ല കാര്യം. അപ്പൊ എന്നോട് പലരും പറഞ്ഞു, ബ്രദർ അതിന് പ്രതികരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ പ്രതികരിക്കില്ല. കാരണം അത് ക്രിസ്തു പറഞ്ഞിട്ടില്ല. വഴിയിലൂടെ പോണ ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളതിന് പ്രതികരിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതിനൊന്നും ഉത്തരം കൊടുക്കുകയോ അതിനെ ന്യായീകരിക്കുകയോ അതിന് സമാധാനം പറയണമൊന്നും പോയിട്ടില്ല. ആ വീഡിയോകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇപ്പോഴും പലരും എന്നോട് ബ്രദറെ ആ വീഡിയോ ഇട്ടിട്ട് ഇയാളിങ്ങനെ പറഞ്ഞു, അവർ തെറ്റിദ്ധരിച്ചു. അവർ എന്ത് വേണേലും ധരിച്ചോട്ടെ, എന്നെ ശരിയായിട്ട് ധരിക്കണമെന്നോ തെറ്റിദ്ധരിക്കണമെന്നോ ആരെയോടും ഞാൻ പറയണില്ല. കർത്താവിനറിയാമല്ലോ എന്നെ. അപ്പം നമ്മൾ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് ഈ വചനം ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. സത്യമായിട്ടും ദുഷ്ടനെ എതിർക്കരുത്. നമ്മൾ അതിനെ പ്രതികരിച്ച് ഉടനെ വാശി പറയണത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഞാൻ ക്രിസ്തു പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രതികരിക്കില്ല. എന്തുകൊണ്ട് പ്രതികരിക്കില്ല? എനിക്ക് പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ആ പ്രയാസം എൻ്റെ ഹൃദയത്തിൽ ഇരിക്കട്ടെ. അത് ക്രിസ്തുവിനെ പ്രതി എനിക്ക് സഹിക്കാനുള്ളതാണ്. അത് കർത്താവ് അനുഭവിച്ച ആ സഹനത്തിൽ എന്നെ പങ്കാളിയാക്കാനല്ലേ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഞാൻ അക്ഷരം പ്രതി അനുസരിക്കണം. നമ്മൾ പ്രതികരിക്കരുത്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. ഇതിൻ്റെ ആ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതികരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട്. പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തു ശിഷ്യനല്ല എന്ന് മനസ്സിലാക്കണം. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ യഥാർത്ഥ മാറ്റ് ഉരച്ചു നോക്കണത് അവിടെയാണ്. ഞാൻ ചില കാര്യങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, എങ്കിലും ഒന്നും കൂടി പറയാൻ പോവുകയാണ്. വാരണാസിയിലെ ഇന്ത്യൻ മിഷനറി സൊസൈറ്റി നടത്തുന്ന വലിയ ഒരു ആശ്രമമാണ് മാതൃധാം ആശ്രമം. അവിടെ വരുന്നവരെ എല്ലാവരും അക്രൈസ്തവരാണ്. 10,000-ലധികം അക്രൈസ്തവർ ഓരോ ശനിയാഴ്ചയും ഞായറാഴ്ച അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ നാളെന്ന് പറഞ്ഞാൽ 20 വർഷം മുമ്പ് അവിടുത്തെ ഒരു കൺവെൻഷൻ നടത്താൻ വാരണാസിയിൽ ഞാനായിരിക്കുമ്പോൾ പകൽ കൺവെൻഷൻ കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ ഒരു സ്പെഷ്യൽ ക്ലാസ് ശുശ്രൂഷകർക്കും അവിടുത്തെ വളർച്ചയിലുള്ള ടീമിലെ ആളുകൾക്കൊക്കെ ഒരു സ്പെഷ്യൽ ക്ലാസ് നടത്തുക. എല്ലാവരും ക്രിസ്തു ഭക്തരാണ്. അവരാരും മാമോദീസ മുങ്ങിയിട്ടില്ല. അന്ന് ഒരുപാട് പേര് മുങ്ങിയിട്ടില്ല. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വരികയാണ്. നിങ്ങളോട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും വീണ്ടും ഞാൻ പറയുകയാണത്. അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. കേൾക്കാത്തവർ കേൾക്കണം, കേട്ടവർ ഒന്നും കൂടി കേൾക്കണം. വലിയ അത്ഭുതങ്ങളൊന്നുമല്ല അവിടെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവർക്കൊരു ക്ലാസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഹിന്ദിക്കാരാണ് അധികം അവരുടെ അനുഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഒരാൾ അവരെന്നെ പരിചയപ്പെടുത്തി, ഇവൻ 1 മാസമായിട്ടുള്ളൂ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട്, 1 മാസമായിട്ടുള്ളൂ ഈ ക്രിസ്തീയതയിലേക്ക് വന്നിട്ട്. അപ്പോൾ അവൻ്റെ ഈ നിപ്പ് കണ്ടാൽ തന്നെ ഭയങ്കര രസം. ഈ ബൈബിൾ ഇങ്ങനെ നെഞ്ചത്തിങ്ങനെ വെച്ചുകൊണ്ടാണ് നിൽക്കണേ. അപ്പോൾ അവൻ പറയാണ്, അവൻ അവരുടെ മുൻപുണ്ടായിരുന്ന മറ്റേ ഗ്രൂപ്പിൽ നിന്ന് വിട്ടു ഈ ഗ്രൂപ്പിലേക്ക് ചേർന്നപ്പോൾ അവരുടെ ഗ്രൂപ്പിലെ ആൾക്കാർ ഒരു ദിവസം ഇവനെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ഇവനെ ഭയാനകമായ രീതിയിൽ ആക്രോശിച്ചു. ഒരാളെ അവഹേളിക്കാവുന്ന മാതിരിയുള്ള ഏറ്റവും മോശമായ വാക്കുകൾ പച്ചത്തെറി പറഞ്ഞു. അപ്പോൾ ഇവൻ ഈ ബൈബിൾ ഇങ്ങനെ നെഞ്ചത്തിങ്ങനെ പിടിച്ചേക്കണതൊക്കെ കണ്ടിട്ട് അവർക്ക് അങ്ങ് ഭയങ്കര കലി കയറിയിട്ട് പറയും, നിനക്ക് ഈ പുസ്തകത്തിൻ്റെ പുറകെയാണ് നീ പോണേ, ഇവിടെ എന്തോരം പേരെ പുസ്തകമുണ്ട്, എന്താണ് ഇതിനകത്ത് ഇത്ര വലിയ കാര്യം? നമുക്കും പുസ്തകങ്ങളില്ലേ, നമുക്കും ഗ്രന്ഥങ്ങളില്ലേ, ആ ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ പോരെ, ഈ ഗ്രന്ഥത്തിൻ്റെ പുറകെ പോണേ എന്തിനാ നീ എന്ന് പറഞ്ഞ് അവർ കൂടുതൽ ശക്തമായി ഇവനോട് ദേഷ്യപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, സ്നേഹിതരെ, ഈ കഴിഞ്ഞ അരമണിക്കൂർ നേരം നിങ്ങൾ എന്നെ ഇത്ര ഭയാനകമായ രീതിയിൽ ആക്രോശിച്ചു, തെറി പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു, എന്താ നിന്റെ ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത? അപ്പോൾ ഇവൻ പറഞ്ഞു, ഇത്രയും സമയം നിങ്ങൾ എന്നെ ഇത്രയും അവഹേളിക്കുകയും തെറി പറയുകയും ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങളോട് പ്രതികരിച്ചോ? അതാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത. പ്രൈസ് ദ ലോർഡ്. 1 മാസമായിട്ടുള്ളൂ അവൻ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ട്. അവൻ ക്രിസ്തുവിനെ മനസ്സിലാക്കിയിരിക്കുന്ന ആഴമൊന്ന് നോക്കി. അവൻ പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അതാണ് ഈ ഗ്രന്ഥം, അതാണ് ഈ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ സാരാംശം. മാമോദീസ സ്വീകരിക്കാത്ത 1 മാസമായിട്ട് ക്രിസ്തുവിനെ അറിയുന്ന, ക്രിസ്തുവിൻ്റെ വചനം മനസ്സിലാക്കിയ ഒരാളുടെ പ്രതികരണം ഇത് എന്നെ വളരെ 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 സ്പർശിച്ചു. അതുകൊണ്ട് 20 വർഷമായിട്ട് അവൻ പറഞ്ഞത് ഞാൻ പ്രഘോഷിക്കുന്നു. കാരണം അത് ക്രിസ്തു പറഞ്ഞത് തന്നെയാണ്. പ്രതികരിക്കുന്നില്ല അവൻ. അതോടെ അവർ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അവരെല്ലാവരും അവനെ വിട്ടുപോയി. അതാണ് സുവിശേഷം, സ്നേഹമുള്ളവരെ, അതാണ് സുവിശേഷം. അങ്ങനെ നമ്മൾക്കൊന്ന് അനുഭവമാകണം.
ഇത് എനിക്കൊരുപാട് അനുഭവമുണ്ട്. ഇപ്പം പലരും എന്നോട് പറയുന്നുണ്ട്, ബ്രദർ ആയതുകൊണ്ട്. ഞാൻ ബ്രദർ ആയതുകൊണ്ടെന്നല്ല, ക്രിസ്തു ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ലീഡേഴ്സിന് കൊടുക്കുന്ന ക്ലാസ്സിൽ ഞാൻ പറയാറുണ്ട്, എ ക്രിസ്ത്യൻ എ ലീഡർ ഈസ് നോട്ട് നോൺ ബൈ ഹിസ് ആക്ഷൻ ബട്ട് ബൈ ഹിസ് റിയാക്ഷൻ. ഒരു ക്രൈസ്തവൻ്റെ യഥാർത്ഥ തനിമ മനസ്സിലാക്കുന്നത് അവൻ്റെ ആക്ഷനിലൂടെയല്ല, അവൻ്റെ റിയാക്ഷനിലൂടെയാണ്. അവൻ എന്ത് റിയാക്ട് ചെയ്യണോ, അവൻ റിയാക്ട് ചെയ്യാതെ, അതിന് മലയാളം വാക്കെന്ത, അവൻ പ്രതികരിക്കാതെ അവൻ മൗനമായി അത് സ്വീകരിക്കുന്നതിലാണ് അവൻ്റെ ലീഡർഷിപ്പ്. നമ്മൾ ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പൊളിറ്റിക്കൽ ട്രെൻഡിലാണല്ലോ നമ്മുടെ ജീവിതം മുഴുവൻ കിടക്കുന്നത്. അതല്ലേ അല്ല, നമ്മൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു കൂട്ടിൻ്റെ അകത്ത് കിടക്കണോണ്ടാണ് ഈ പ്രശ്നം മുഴുവനും. നമ്മൾ വായിക്കണ വർത്തമാന പത്രത്തിലെല്ലാം രാഷ്ട്രീയമാണ് മുഴുവനും. ഞാൻ ഈ വർത്തമാന പത്രം വായിച്ചിട്ടേ ഇല്ല വർഷങ്ങളായിട്ട്. പണ്ടൊക്കെ നമുക്ക് ആ പത്രം ഒന്ന് വായിക്കാണ്ടൊരു സമാധാനമല്ല രാവിലെ. എന്നിട്ട് അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ അതിനകത്ത് മുഴുവനും ഇരുന്ന് വായിക്കുകയാണ്. ആ ലീഡർ ഇങ്ങനെ പറഞ്ഞു, അതിനിങ്ങനെ പ്രതികരിച്ചു, ആ പാർട്ടിക്ക് ഇങ്ങനെ പ്രതികരിച്ചു, അവരിങ്ങനെ പ്രതികരിച്ചു. ഇതിങ്ങനെ വായിച്ച് ഇത് മാത്രമാണ് നമ്മുടെ അകത്ത് കിടക്കുന്നത്. വാർത്ത, ഏത് വാർത്തയാണ് നമുക്ക് വേണ്ടത്? സദ്വാർത്ത. ആ സദ്വാർത്തയിൽ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്രിസ്തു ശിഷ്യനാണെങ്കിൽ ഈ ലോകത്തിൻ്റെ വാർത്തയും ഈ ലോകത്തിൻ്റെ പ്രത്യയശാസ്ത്രവും ഈ ലോകത്തിൻ്റെ പ്രതികരണവും നേരെ ഓപ്പോസിറ്റാണ്. അതനുസരിച്ച് നമ്മൾ നീങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ക്രിസ്തു അനുഭവം നമുക്കുണ്ടാവില്ല. ഇതൊരു വലിയ കാര്യമൊന്നുമല്ല, ഒരു അത്ഭുതമൊന്നുമല്ല, ഒരു സാധാരണ കാര്യമാണിത്. പക്ഷെ ഈ ചെറിയ കാര്യങ്ങളിലാണ് വലിയ കൃപ നമുക്ക് കിട്ടണത്. ഈ ചെറിയ കാര്യങ്ങൾ, ഏറ്റവും ചെറിയ കാര്യമാണ് നിന്നെ തെറി പറയുന്നവനോട് തിരിച്ചു പറയാതിരിക്കുക, നമ്മളെ അവഹേളിക്കണവനോട് തിരിച്ചു പറയാതിരിക്കുക. ഏറ്റവും ചെറിയൊരു കാര്യമാണെങ്കിലും അത് സാധിക്കുകയാണെങ്കിൽ ദൈവരാജ്യം നമ്മളിൽ സമാഗതമായി. ഒന്ന് ചെയ്തു നോക്കൂ. നമ്മൾ അവഹേളിക്കപ്പെടുമ്പോഴാണ് നമ്മൾ എളിമപ്പെടുന്നത് എന്ന് മാർപ്പാപ്പയുടെ ആ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന അപ്പസ്തോല പ്രബോധനത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ അവഹേളിക്കപ്പെടുമ്പോഴാണ്, നമ്മൾ അപമാനിക്കപ്പെടുമ്പോഴാണ് നമ്മൾ എളിമപ്പെടുന്നത്. ദൈവം തന്നെയായ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടാവായ യേശു ക്രിസ്തുവിനെയാണ് അവർ ചെകിട്ടത്തടിച്ചത്. തിരിച്ചടിക്കാനോ പ്രതികരിക്കാനോ കഴിവില്ലാഞ്ഞിട്ടാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈശോയുടെ ജ്ഞാനം അവിടെ മൗനമായിട്ട് നിങ്ങൾ എന്തിനാ എന്നെ അടിച്ചേ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ മീതെ നടക്കാനോ ലാസറിനെ ഉയർപ്പിക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് ഇപ്പോൾ പറ്റില്ല. നമുക്ക് പറ്റാവുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞത്. നമ്മളെ അവഹേളിക്കപ്പെടാനും നമ്മളെ ചെയ്യാത്ത കുറ്റത്തിന് കുറ്റപ്പെടുത്താനുമുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമ്മൾക്കുണ്ട്. അത് സംഭവിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ആരംഭിക്കണം. അവിടെ നമുക്ക് മൗനമായിട്ട് സ്വീകരിക്കണത്. ഈ വചനം നമ്മളിലപ്പോൾ പൂർത്തിയാകും. ദുഷ്ടനെ എതിർക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പുണ്യമാണത്. നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല, ഇങ്ങോട്ട് കിട്ടുന്നതിനെ അതിൽ നിന്ന് നമ്മൾ നേടുകയാണ്. ഇങ്ങോട്ട് കിട്ടുന്നതിൽ നിന്ന് നേടുകയാണ്, അങ്ങോട്ടൊന്നും ചെയ്യണ്ട. ഇത് ഭയങ്കര കാര്യമാണ്. ഇപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ വിഷമിക്കരുത്. അതെന്തോ വലിയ കാര്യമാണ്. കാരണം ഇന്ന് ലോകം മുഴുവനും ഒരു കൊച്ചു മുതൽ ചെയ്യണ കാര്യമാണ് ഒന്ന് കിട്ടിയ അങ്ങോട്ടേക്ക് 2 കൊടുക്കുക എന്നുള്ളത്. കൊച്ചു കുട്ടികൾ മുതൽ. കാരണം അത് നമ്മുടെ ബ്ലഡിലുണ്ട്. അതാണ് മാനുഷികത എന്ന് പറയുന്നത്. ആ കൊച്ചു കുട്ടിയെ നമ്മൾ നോക്കിയാൽ അറിയാം. കുട്ടികൾ തമ്മിൽ തല്ലുപിടിക്കണം നോക്കിക്കോ, ശരിക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ ആവുന്നുള്ളൂ നമ്മൾ പ്രതികരിക്കുമ്പോൾ. കൊച്ചു കുട്ടികളുടെ മാതിരി നമ്മളും തല്ലുപിടിക്കണം. എന്നാൽ ആത്മീയമായ എന്തെങ്കിലും ഗുണം, ദൈവീകത നമ്മിലുണ്ടോ എന്നറിയണമെങ്കിൽ ഇതൊരു പരീക്ഷിച്ച് നോക്കണം. നിങ്ങളെ തന്നെ പരിശോധിച്ചറിയുവിൻ. നമ്മളെ പരിശോധിക്കുമ്പോൾ നമ്മളോട് ഒരാൾ അവഹേളനാപൂർവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ആത്മീയത. അപ്പോൾ ഇവിടെ വിശുദ്ധ ക്രിസോസ്റ്റം പറയാണ്, അഥവാ നിന്റെ തിരിച്ചടിക്കൽ, അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, അഥവാ നിന്റെ തിരിച്ചടിക്കൽ വീണ്ടും നിന്നെ അടിക്കുന്നതിൽ നിന്ന് അവനെ നിയന്ത്രിച്ചോ. അത് വീണ്ടും
അടിക്കാൻ അവനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കാരണം കോപത്തെ കണ്ടുമുട്ടിക്കൊണ്ട് കോപം നിയന്ത്രിക്കപ്പെടുന്നില്ല. കോപത്തെ കണ്ടുമുട്ടിക്കൊണ്ട് കോപം നിയന്ത്രിക്കപ്പെടുന്നില്ല, അത് വർദ്ധിക്കുകയുള്ളൂ. അതിന് മറ്റൊരു ഉദാഹരണമാണ് പറഞ്ഞത്. റബ്ബർ പന്തിൽ അടിച്ചാൽ റബ്ബർ പന്ത് കൂടുതൽ ഉച്ചത്തിൽ പൊങ്ങി വരും. കോപത്തെ കണ്ടുമുട്ടിക്കൊണ്ട് കോപത്തെ കോപം കൊണ്ട് നേരിട്ടാൽ കോപം നിയന്ത്രിക്കപ്പെടുകയില്ല, അത് വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെ പറയണായിരിക്കും കുറച്ചുകൂടി നല്ലത്, ഇല്ലേ? കോപത്തെ കോപം കൊണ്ട് നേരിടുകയാണെങ്കിൽ അത് നിയന്ത്രിക്കപ്പെടുകയില്ല, അത് വർദ്ധിക്കുകയുള്ളൂ. വിശുദ്ധ അഗസ്തീനോസ് മറ്റുള്ളവരുടെ ദുർബലത സഹതാപത്തോടെ സഹിക്കണമെന്ന് കർത്താവ് വിധിക്കുന്നു. കാരണം അവൻ്റെ ദൗർബല്യം കൊണ്ടാണ് അവനിങ്ങനെ ചെയ്യണതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ജ്ഞാനമാണ്. നമ്മുടെ ദൗർബല്യം മറ്റൊരാളുടെ വേദന വഴി നമ്മുടെ വേദന സഹിക്കുന്നതിനേക്കാൾ അങ്ങനെ ചെയ്യണമെന്ന്. എന്തെന്നാൽ തിരുത്തലിന് വേണ്ടിയുള്ള തിരിച്ചു കൊടുക്കൽ ഇവിടെ നിരോധിച്ചിട്ടില്ല. കാരണം അത്തരത്തിലുള്ളത് കാരുണ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അത്തരം ഒരു ഉദ്ദേശം മറ്റൊരാളെ തിരുത്താൻ പരിശ്രമിക്കുന്നില്ല. തിരുത്താൻ ഉദ്ദേശിക്കുന്നവൻ കൂടുതൽ സ്വീകരിക്കാൻ സന്നദ്ധനുമല്ല. എന്നാൽ ഒരു കാര്യം ആവശ്യമാണ്, ലോകഗതി അനുസരിച്ച് ശിക്ഷിക്കാൻ അധികാരമുള്ളവൻ ശിക്ഷിക്കണം. അധികാരമുള്ളവൻ, അതാണ് ഇപ്പൊ നമ്മുടെ സ്ഥലത്തെ കോടതി. ആ കോടതിയിലെ നീതിന്യായം നമ്മൾക്കും ബാധകമാണ്. വെറുക്കാത്ത ശിശുവിനെ തിരുത്തുന്ന പിതാവിന്റെ മനസ്സോടെ അങ്ങനെ ചെയ്യണം. ചില വിശുദ്ധന്മാർ പാപങ്ങൾക്ക് മരണശിക്ഷ നൽകിയിട്ടുണ്ട്. ജീവിക്കുന്നവർക്ക് ഗുണകരമായ ഭയമുണ്ടാക്കാൻ വേണ്ടിയാണത്. ജീവിക്കുന്നവർക്ക് ഗുണകരമായ ഭയമുണ്ടാക്കാൻ വേണ്ടിയാണ്, വിശുദ്ധമായ ഭയമുണ്ടാക്കാൻ. കുറ്റക്കാരന്റെ അവന്റെ മരണമല്ല, ജീവിച്ചിരുന്നാൽ പാപജീവിതം വർദ്ധിക്കാനുള്ള സാധ്യതയാണ് അവന് ദ്രോഹകരമാവുന്നത്. അങ്ങനെ ഏലിയാസ് അനേകർക്ക് വധശിക്ഷ നൽകി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ മാതൃക സ്വീകരിച്ചപ്പോൾ കർത്താവ് അവരെ ശാസിച്ചു. കർത്താവ് പ്രവാചകന്റെ മാതൃകയല്ല, അവർ അജ്ഞതയോടെ അത് സ്വീകരിച്ചതിനെയാണ് എതിർത്തത്. അവർ തെറ്റ് തിരുത്താൻ ആഗ്രഹിച്ചുകൊണ്ടല്ല, കോപപരമായ വിദ്വേഷം കൊണ്ടാണ് ശിക്ഷിച്ചത്. എന്നാൽ അവിടുന്ന് അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്തതിന് ശേഷം അത്തരം പ്രതികാരത്തിന് സന്ദർഭങ്ങളില്ല. കണ്ടോ, ഇതാണ് ഡോക്ട്രിൻ. അനന്യാസും അയാളുടെ ഭാര്യയും പത്രോസിന്റെ വാക്കുകൾ കേട്ട് മരിച്ചു വീണു. മാംസത്തിന് വിനാശത്തിനു വേണ്ടി പൗലോസ് അപ്പസ്തോലർ ചിലരെ സാത്താന് വിട്ടുകൊടുത്തു. എന്നാലും ചിലർ അന്ധമായ എതിർപ്പ് വഴി പഴയ നിയമത്തിലെ താൽക്കാലിക ശിക്ഷകളെ കോപത്തോടെ എതിർക്കുന്നു. ആ ശിക്ഷകൾ നൽകിയത് എന്ത് മനോഭാവത്തോടെ ആണെന്ന് അറിയാതെ അങ്ങനെ ചെയ്യുന്നു. ഈ അനന്യാസും അയാളുടെ ഭാര്യയുടെയും കാര്യം പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അവരെ മരണത്തിന് വിധിച്ചത്, അല്ലെങ്കിൽ അവർ മരിച്ചുപോയത്? ഇവിടെ ഇപ്പോ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത് അതിനൊരു ഉത്തരമാണ്. ജീവിക്കുന്നവർക്ക് ഗുണകരമായ ഭയമുണ്ടാകാൻ വേണ്ടിയാണ് കുറ്റക്കാരന് അവന്റെ ചില വിശുദ്ധർ പാപങ്ങൾക്ക് മരണശിക്ഷ നൽകിയിട്ടുണ്ട്. ജീവിക്കുന്നവർക്ക് ഗുണകരമായ ഭയമുണ്ടാക്കാൻ വേണ്ടിയാണത്. ഗുണകരമായ ഭയം, ഒരു വിശുദ്ധ ഭയം ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, ഇനി തുടർന്ന് വിശുദ്ധ അഗസ്തീനോസ്, എന്നാൽ ആരോഗ്യകരമായ മനസ്സുള്ള ആരാണ് രാജാവിനോട് ഇങ്ങനെ പറയുക? ആർ മതവിശ്വാസത്തോടെ ജീവിക്കുന്നു, ആർ മതവിശ്വാസമില്ലാതെ ജീവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച പ്രശ്നമല്ല. ആര് വിശുദ്ധിയോടെ ജീവിക്കുന്നു, ആര് അശുദ്ധരായി ജീവിക്കുന്നു എന്ന് പറയുക അവരുടെ ചുമതലയല്ല. ശിക്ഷകൾ കൊണ്ട് എന്നതിനേക്കാൾ ശരിയായ പ്രബോധനം കൊണ്ട് ദൈവത്തെ സേവിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. പ്രൈസ് ദി ലോർഡ്. അതാണ്, മനുഷ്യരെ പഠിപ്പിക്കാൻ അവരെ ശിക്ഷിച്ചത് കൊണ്ടല്ല, ശിക്ഷകൾ കൊണ്ട് എന്നതിനേക്കാൾ ശരിയായ പ്രബോധനം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുക കൂടുതൽ നല്ലത്. അനുഭവം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പോലെ ആദ്യം വേദനയും ഭയവും കൊണ്ട് നിർബന്ധിച്ചിട്ട് പിന്നീട് പഠിപ്പിക്കുകയാണ് കൂടുതൽ നല്ലത്. വാക്കുകളിലൂടെ പഠിച്ചത് പ്രവൃത്തിയിൽ ഉറപ്പിക്കാൻ തന്നെ. കൂടുതൽ നല്ല മനുഷ്യർ യഥാർത്ഥത്തിൽ സ്നേഹത്താൽ നയിക്കപ്പെടുന്നു. എന്നാലും മനുഷ്യരിൽ കൂടുതൽ ഭാഗവും ഭയത്താലാണ് നയിക്കപ്പെടുന്നത്. ക്രിസ്തു പൗലോസ് അപ്പോസ്തലനെ ആദ്യം നിയന്ത്രിക്കുകയും പിന്നീട് പഠിപ്പിക്കുകയും ചെയ്ത കാര്യം അവർ പഠിക്കട്ടെ. അതാണ്, കൂടുതൽ മനുഷ്യരും ഭയത്താലാണ് നയിക്കപ്പെടുന്നത്. ഒന്ന് ഭയപ്പെടുത്തി
കുറച്ച് പേടിപ്പിച്ച് അപ്പോൾ സമാധാനമായി. പക്ഷെ അവിടെ സ്നേഹമില്ല, അവിടെ പ്രബോധനമില്ല. നമ്മുടെ ഭയം കൊണ്ടാണ്. നമ്മളിപ്പോൾ വിമർശിക്കുമെന്ന് പറയരുത്. സെമിനാരിയിലും മഠങ്ങളിലുള്ള ഫോർമേഷൻ ഹൗസിലും സെമിനാരിയിൽ 10-12 വർഷമെല്ലാം ആ സെമിനാരിയുടെ മതൽക്കെട്ടിലും അവിടുത്തെ ചട്ടങ്ങളും അനുസരിച്ച് അവരെ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. പക്ഷേ സെമിനാരി പ്രബോധനം കഴിഞ്ഞു, അവർ ഇടവക വികാരിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു മതൽക്കെട്ടുമില്ല. ലോകത്തിൻ്റെ കംപ്ലീറ്റ് സ്വാതന്ത്ര്യത്തിലാണ്. അതുകൊണ്ടാണ് ഒരുപാട് വൈദികർ ആ കാലഘട്ടം അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ്. കാരണം അവിടെ ഒരു മണിയടിയില്ല, പ്രാർത്ഥിക്കാൻ സമയമായി, ഇന്നതിന് സമയമായി, റെക്ടറച്ചറില്ല, സ്പിരിച്വൽ ഡയറക്ടർ ഇല്ല, പ്രൊഫസർമാരില്ല, ആരുമില്ല. അപ്പൊ പരിശീലനം നിയമത്തിലൂടെയാണ്. എന്നാൽ പരിശീലനം സ്നേഹത്തിലൂടെയും ദൈവാനുഭവത്തിലൂടെ ആണെങ്കിൽ ആയിരിക്കും അവിടെയെല്ലാം അങ്ങനെ. പക്ഷെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ പലരും ആ സെമിനാരി കഴിഞ്ഞ് ഒരു കൊച്ചച്ഛനായി ഒരു ആദ്യ കാലങ്ങളിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ന പോലെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തി, നമ്മൾ വീട്ടിൽ വളരെ സ്ട്രിക്റ്റായിട്ടൊക്കെ വളർത്തി. പക്ഷെ അവർ യൂണിവേഴ്സിറ്റിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ വേറൊരു ലോകത്തിലാണ്. അവർക്ക് എങ്ങനെയെങ്കിലും വീട്ടിൻ്റെ ആ ചട്ടക്കൂടിൽ നിന്ന്, ജയിലിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിൽ നിന്ന് അങ്ങ് വിട്ട് പറക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ് അവർ. വീട്ടിൽ നമ്മൾ അവരെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്, ഭയപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ചട്ടപ്പടി നിർത്തിയിരിക്കുന്നതുകൊണ്ട് അവരവിടെ നിൽക്കണോ, പറയണതൊക്കെ അനുസരിക്കണം. അപ്പോഴും അവർക്കുണ്ട് ഇത്ര വയസ്സ് വരെ അല്ലേ ഇതുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്വതന്ത്രനല്ലേ. 18 വയസ്സങ്ങ് ആകല്ല ഉടനെ അവർ പറയാണ് ഞാൻ മാറി താമസിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ്, അവിടെ ഹോസ്റ്റലിൽ താമസിക്കണം, അവിടെ പോകും, ഞാൻ ഫോറിനിൽ പഠിക്കാൻ പോണു, ഞാൻ ഇവിടെ പഠിക്കാൻ പോണു, എനിക്ക് വീട്ടിൽ നിൽക്കണ്ട. ഈശോ മിശിഹ 30 വയസ്സ് വരെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചത്. അമ്മയ്ക്ക് അനുസരണയോടെ നിന്നു ഈശോ മിശിഹ 30 വയസ്സ് വരെ. നമ്മൾ തന്നെ നമ്മളെ മക്കളോട് പറയും, നീ പ്രായമായി, നീ നിന്റെ ഇഷ്ടമായി ചെയ്തോ കേട്ടോ. കാരണം നമുക്കറിയാം നമ്മൾ പറഞ്ഞൊന്നും അവർ ചെയ്യൂല നീ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ചെയ്യട്ടെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സ്പിരിച്വാലിറ്റി നമ്മൾ മനസ്സിലാകാഞ്ഞിട്ടാണ്. നമ്മൾ ശരിക്ക് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സ്നേഹത്തോടെ ആണെങ്കിൽ ക്രിസ്തുവാണ് അവരെ നയിക്കുന്നത്, നമ്മളല്ല, അവരല്ല. ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. ക്രിസ്തു ഒരു സിദ്ധാന്തമല്ല, ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ക്രിസ്ത്യാനിയുടെ അകത്ത് വസിക്കുന്നു. ആ വ്യക്തി സ്നേഹമാണ്, കരുണയാണ്, ജ്ഞാനമാണ്. ആ വ്യക്തി നമ്മളെ നയിക്കാൻ കഴിവുള്ളവനാണ്. ആ വ്യക്തിയുടെ ജീവിതവും നമ്മുടെ ജീവിതവുമായിട്ട് ഇങ്ങനെ കൊളുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ കൊളുത്തപ്പെടാൻ വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കണം. ക്രിസ്തുവിൻ്റെ കൊളുത്ത്, ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നവനാണ് ക്രിസ്ത്യാനി. അതിനാദ്യം തന്നെ നമ്മളൊന്ന് വിട്ടുകൊടുക്കും. നമ്മളെ ഓരോ നിമിഷവും ഈശോ പറയണത് കേൾക്കാം നമുക്ക്. ഇപ്പോൾ ഇത് ചെയ്യണ്ട, ഇപ്പോൾ ഇത് ചെയ്യേ. ഞാൻ ചില സമയത്ത് ഈ സ്റ്റുഡിയോയിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ എല്ലാം റെഡിയാക്കിയിട്ട് ഇരിക്കുമ്പോൾ ഈശോ പറയും ഇന്ന് ചെയ്യണ്ട. അപ്പോൾ എൻ്റെ അകത്ത് ഇതൊന്ന് ചെയ്ത് ഇത് ചെയ്ത് ഉടനെ അയക്കണം എന്നുള്ളൊരു ആവേശമാണ്. പക്ഷേ ഈശോ പറയും ഇന്ന് ചെയ്യണ്ട, ഇപ്പം നീ ക്ഷീണമാണ്, വൈകുന്നേരം ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം. ഞാൻ ഉടനെ പെട്ടി മടക്കി വെച്ച് കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് പോയി കിടക്കും. ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യണ്ട. അങ്ങനെ ഓരോ നിമിഷവും നമ്മളെ ഈശോ നയിക്കും. നമ്മുടെ ഹൃദയത്തിൽ ഈശോ പറയും ഇത് ചെയ്യ്, ഇത് ചെയ്യണ്ട. ഇന്നാള് ഇന്നത് പറഞ്ഞപ്പോൾ സാരമില്ല, ക്ഷമിക്ക്, പോട്ടെ, വിട്ടുകളയും. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന ഈ മഹാരാജാവ് ഈ സ്വർഗീയ മഹാരാജാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആ രാജകുമാരൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, സമാധാനത്തിൻ്റെ രാജകുമാരൻ. അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കേ. അപ്പോൾ നമ്മളിവിടെ നിർത്താൻ പോവുകയാണ്. ഇന്ന് നമ്മൾ കുറച്ച് ഫോർവേഡായി. അവസാന വാക്ക്, ശിക്ഷകൾ കൊണ്ട് എന്നതിനേക്കാൾ ശരിയായ പ്രബോധനം കൊണ്ട് ദൈവത്തെ സേവിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇവിടെ നമുക്ക് നിർത്താം. നമ്മളൊരു ഹോംവർക്കായിട്ട് വളരെ ചെറിയ കാര്യമാണ് ഇപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അവഹേളിക്കപ്പെടുമ്പോൾ പ്രതികരിക്കാതെ അത് സ്വീകരിക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്.